കാവ്യ വിരോധം ആവിയായോ എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ കാതലെന്ന് മനസ്സിലാക്കുന്നു. ചോദ്യം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാവ്യ വിരോധം ആവിയായോ എന്നുള്ളതാണ്. ഇല്ല, ആവിയായിട്ടില്ല. ആവിയായിട്ടില്ല, നോന്നാണ്. കാവ്യ വിരോധമുണ്ട്, അല്ല കാവ്യ വിരോധമില്ല. കാവ്യ വിരോധമില്ല, ഇപ്പോൾ അത് മാറി, അത് കഥയായി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ വെറുതെ കൺഫ്യൂഷൻ ആക്കി ആ ചോദ്യം ക്ലിയർ ആയിരുന്നു. കഥയായോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാവ്യ വിരോധമില്ല എന്നാണ് എന്റെ ഉത്തരം. നമ്മുടെ സർക്കാരിന്റെ കാര്യമാണല്ലോ, ഇടത് സർക്കാരിന്റെ കാര്യമാണല്ലോ പറയുന്നത്. നമ്മൾക്കറിയാം, ഇത് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത് പറയുന്നത്. PM ശ്രീയിൽ ഒപ്പിടാതെ തരമില്ല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. CPI എതിർക്കുന്നു. MA ബേബി പറയുന്നു PM ശ്രീ ഒപ്പിട്ടാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരില്ല എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിപ്പോൾ CPM അതായത് ഈ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് പറയുന്നു. അതേക്കുറിച്ചൊന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടിനെ കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി തന്നെ പറയുന്നു. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്തതാണ്. കേന്ദ്രം പല ഘട്ടങ്ങളിലായി എങ്ങനെയാണ് സംസ്ഥാനത്തെ ഞെരുക്കുന്നത്, അതായത് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ആ പ്രതികാര നടപടികൾ ഉണ്ടാകുന്നത് നമ്മൾ ഏറ്റവും വലിയ ഇരയാണ്. പല വിഷയങ്ങളായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാവുന്നതാണ് വയനാട് ഫണ്ട് എത്രയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ ആവശ്യപ്പെട്ടത് 2221 കോടി രൂപയാണെന്നിട്ട് 544 കോടി രൂപ ആദ്യം തന്നു. പിന്നീട് 261 കോടി കൂടി തന്നത് വെറും കടമായിട്ടാണ് തന്നിട്ടുമുള്ളത്. പലതവണ കോടതിയിൽ നിന്നടക്കം രൂക്ഷ വിമർശനങ്ങൾ ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു, അതിലൊന്നും നമുക്ക് തർക്കമുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ ഭരണ കാലാവധി കഴിയാൻ വെറും 6 മാസം നിൽക്കുമ്പോൾ കോടികൾ കിട്ടാനുണ്ട്. ആ കോടികൾ കിട്ടിയിട്ട് വേണം പലതും നടപ്പാക്കാൻ എന്ന രൂപത്തിൽ പറയുന്നതിനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായി മാറുന്നത്. ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ആവുമ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രം നിലപാടല്ല, അത് ഇവിടെ സർക്കാർ എടുക്കുന്ന നിലപാട്, ആത്യന്തികമായി മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് എന്ന രൂപത്തിൽ വേണം കാണാൻ. അപ്പോൾ ഈ നിസ്സഹായത സംശയകരമാണ് എന്നുള്ളതിന് തെളിവുകൾ ലഭിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഇന്ന് തോമസ് ഐസക്കിൻ്റെ പോസ്റ്റ് ഉണ്ടല്ലോ. തോമസ് ഐസക്ക് വളരെ വിശദമായി തന്നെ പറയുന്നു, PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ പദ്ധതി വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിലെ PTA ഉണ്ടല്ലോ, നമ്മുടെ സ്കൂളിലത്തെ അധ്യാപകരുണ്ടല്ലോ, അതായത് കരിക്കുലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഒരു പ്രതിരോധം ഉണ്ടാകുമെന്നാണ്. അതായത് നമ്മൾ ഒപ്പിട്ട് ഒരു കാര്യം തീരുമാനമാക്കിയ ശേഷം നമ്മുടെ സ്കൂളുകളിൽ ഒരു പ്രതിരോധം തീർക്കുക, അതായത് പാഠപുസ്തകങ്ങൾ എന്ത് പ്രതിരോധമാണ് തീർക്കുക, നമ്മുടെ അധ്യാപകർ വരുന്ന ടെക്സ്റ്റ് ബുക്കുകളല്ല മറ്റെന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിയും. ആ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വായിച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായത്. അത് ഒരു തരത്തിലും നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇനി PTA-യും അധ്യാപകരുമൊക്കെ പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ ഒരു നിലപാട്, അതായത് സെക്കുലറായ നിലപാട് അനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കുക എന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായ ഒരു PTA പ്രസിഡന്റിന്റെ കുത്തിത്തിരിപ്പ് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അപ്പോൾ അത് ശരിയായ ഒരു കാര്യമല്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന PM ശ്രീ രേഖയിൽ പറയുന്ന കാര്യം അതിൽ പല ഭാഗങ്ങളിലായി പറയുന്നുണ്ട്. ഷോക്കേസ് ഓഫ് NEP 2020 ഇൻ സ്കൂൾ പ്രാക്ടീസസ് എന്നൊരു ഭാഗത്ത് പറയുന്നു. അടുത്തതായി, The selected schools will help showcase the implementation of the National Education Policy 2020 and emerge as exemplar schools over a period of time എന്ന് പറയുന്നു. അപ്പോൾ നടപ്പാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി മാത്രം നോക്കൂ, 365 സ്കൂളുകളിൽ മാത്രമേ നടപ്പാക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ 2 തരം വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്നു എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും കുറച്ച് സ്കൂളുകൾക്ക് മാത്രമായിട്ടൊരു ഇപ്പോൾ തന്നെ SCRT NCRT പഠിക്കുന്ന സ്കൂളുകൾ കേരളത്തിലില്ലേ? ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കേരള സർക്കാർ ഇതിലൊക്കെ ഒരു പ്രതിരോധം തീർത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കാവ്യവൽക്കരണം പാഠപുസ്തകങ്ങൾ വരുന്നതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ ഗാന്ധി മരിച്ച പാഠഭാഗം ഒഴിവാക്കിയതിനെ കുറിച്ച് ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് CPM ആണ് എപ്പോഴും പാഠ്യപദ്ധതിയിൽ RSS നയം നടപ്പാക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത്, അതിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കും, നമുക്ക് ഓർമ്മയുണ്ടല്ലോ മിത്ത് വിവാദത്തിൽ ഷംസീർ പ്രതികരിച്ച് ഓർക്കുന്നില്ലേ? എന്താണ് ഷംസീർ അന്ന് പറഞ്ഞിരുന്നത്? ഷംസീർ പറഞ്ഞിരുന്ന കാര്യം എന്താണ്? നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ശാസ്ത്രം പഠിക്കുന്നതിന് പകരം മറ്റു ചില കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മിത്ത് വിവാദം വളരെ ശക്തമായി തന്നെ പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾക്ക് പകരം ഹൈന്ദവ പുരാണത്തിലെ മിത്തുകളാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ വന്ധ്യതാ ചികിത്സയും വിമാനവും പ്ലാസ്റ്റിക് സർജറിയും ഒക്കെ പുരാണ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന രൂപത്തിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഏത് രൂപത്തിലാണ് ചില പ്രതിഷേധങ്ങൾക്കിടയൊക്കെ നമ്മൾക്ക് ഓർമ്മയുണ്ടല്ലോ. NSS ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ നടത്തി. പക്ഷേ അന്ന് ഷംസീർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അന്ന് ആ ഷംസീർ എടുത്ത നിലപാട് ഇന്നിപ്പോൾ ഷംസീർ അതിൽ പ്രതികരിക്കുമോ എന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും CPM അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. പീപ്പിൾസ് ഡെമോക്രസിയിൽ അതിൽ ലേഖനം വന്നിട്ടുള്ളതാണ്.
മുഖ്യമന്ത്രി തന്നെ പല ഘട്ടത്തിൽ ഈ കാവ്യവൽക്കരണത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് മുഗൾ കാലഘട്ടം നമ്മളെ പാഠപുസ്തകത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പാഠ്യപദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല, ചില കാര്യങ്ങൾ തമസ്കരിക്കാം, ചില കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന രൂപത്തിൽ, പുതിയ തലമുറ അറിയേണ്ടതേ ഇല്ല എന്ന രൂപത്തിൽ, ഗുജറാത്ത് കലാപം ഒന്നും അറിയേണ്ട എന്ന രൂപത്തിലേക്ക് മാറ്റുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധിതമായി ഇത്രയും സ്കൂളുകളിൽ വരുന്നു. അത് ഇടത് സർക്കാർ അതിൽ ഒപ്പിടുമോ എന്നുള്ള പ്രധാനമല്ലേ? അത് CPI ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? CPI പറഞ്ഞു അത് ഉറപ്പായിട്ടും ഈ പറയുന്ന ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ, PMC ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പാഠ്യപദ്ധതിയിലേക്ക് വരേണ്ടി വരും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? CPIക്ക് അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണല്ലോ. CPIയുടെ പ്രതിഷേധം കൊണ്ടാണല്ലോ ഇതുവരെ ഒപ്പിടാതിരുന്നത്. നേരത്തെ 2 തവണ ക്യാബിനറ്റിൽ വന്നതാണ്. അന്ന് എതിർപ്പ് മുഖ്യമന്ത്രി ശരിവെക്കുകയും നമുക്ക് LDFൽ ചർച്ച ചെയ്യാമെന്ന് പറയുകയും ചെയ്താണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയാനിരിക്കുമ്പോൾ ഈ 1500 കോടിയുടെ കണക്കൊക്കെ പറയുന്നത് ഇവിടെ നിന്നാണ് ഈ 1500 കോടി? ഇപ്പോൾ 2023 മുതൽ 2027 വരെയുള്ള 5 വർഷത്തെ പദ്ധതിയാണ്. അതത് വർഷങ്ങളിലാണ് ഫണ്ട് കൊടുക്കുക. അതത് വർഷങ്ങളിൽ ഫണ്ട് കൊടുക്കുമ്പോൾ ഈ വർഷത്തെ നോക്കുമ്പോൾ 165 കോടിയാണ് കേന്ദ്രവിഹിതമായി കിട്ടുന്നത്. 40% കേരളവും 60% കേന്ദ്രവുമാണല്ലോ. അപ്പോൾ 165 കോടി മാത്രമാണ് കേരളം കൊടുക്കാനുള്ളത്, കേന്ദ്രം തരാനുള്ളത്. അപ്പോൾ ആ 165 കോടിക്ക് വേണ്ടി നിലപാട് തന്നെ മാറ്റുകയാണെന്നൊക്കെ രൂപത്തിൽ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് റിലീസ് ചെയ്തിട്ടില്ല. നോക്കൂ, സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ കോടതിയിലേക്ക് പോകാവുന്നേ. കോടതിയിൽ പോയി വാങ്ങിയവരാണ് തമിഴ്നാട്. കോടതിയിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ? കോടതിയിലേക്ക് പോകാമല്ലോ. കോടതിയിലേക്ക് പോയോ ഇല്ലയോ? പക്ഷേ പാർലമെന്റ് പറഞ്ഞിരിക്കുന്നത് അമിക്കബിളായി സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷനാണ്. കോടതിയിലേക്ക് പോകുക എന്ന ഓപ്ഷൻ നോക്കിയിട്ടേ ഇല്ല, ഒപ്പിടുക എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഇത് നേരത്തെ തന്നെ ഒപ്പിടാനുള്ള ഒരു തീരുമാനവുമായി 2024 അണ്ടർടേക്കിംഗ് നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിൽ പോയി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുക കൊടുത്തിട്ടില്ല. അപ്പോൾ അതായത് ഒപ്പിട്ട ഉടനെ തുക കിട്ടാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ 165 കോടി, ഈ വർഷത്തെ 165 കോടി ഇതാ ഒപ്പിടുന്നു, അടുത്ത ദിവസം കിട്ടുക എന്ന രൂപത്തിലില്ല. ഇനി 6 മാസമുള്ള സർക്കാർ എന്തിനാണ് ഇത്രയും കാലം പറഞ്ഞു വെച്ച കാര്യത്തിൽ നിന്നും പിന്നാക്കം പോകുന്നത്? പല കാര്യങ്ങളിലായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒത്തുതീർപ്പുകളുണ്ടോ? നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള സംശയം പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്, ഈ പറയുന്ന നയം മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, പണം വാങ്ങുന്നതിൽ തെറ്റില്ല, പണത്തിന് അർഹതയുണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ KC വേണുഗോപാൽ അതല്ല പറയുന്നത്. ഇനിയിപ്പോൾ ഈ തരത്തിൽ ഈ ഒരു കൺകറന്റ് ലിസ്റ്റിലേക്ക് ഈ വിദ്യാഭ്യാസത്തെ കൊണ്ടുവന്നത് തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഏത് സമയത്താണ്? എമർജൻസിയുടെ സമയത്താണ്. അപ്പോൾ അതായത് ആ തരത്തിൽ വിദ്യാഭ്യാസത്തിൽ കടന്നുകൂടേണ്ടതുണ്ട്. അതായത് നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് നിലപാടെടുക്കുന്ന ആ സന്ദർഭം നോക്കൂ. അതേ രൂപത്തിലല്ലേ ഇപ്പോൾ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനോടൊന്നും നിശബ്ദമായി നിൽക്കുന്ന ഒരു രീതിയായിരുന്നില്ല ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. ഇടതുപക്ഷം ആകെ എന്ന് പറഞ്ഞുകൂടാ, CPI എപ്പോഴും ആ നിലപാട് ഉറച്ചു നിൽക്കുന്നു. പതിവ് വിട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും ഒന്ന് മയമായി പറഞ്ഞ് മാറി നിൽക്കുന്ന രീതിയിൽ നിന്ന് മാറി ബിനോയ് വിശ്വം അതിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല നമ്മുടെ മന്ത്രിമാരോട് ആ നിലപാടിൽ മന്ത്രിസഭാ യോഗത്തിൽ പറയണമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നതിൽ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ആശങ്ക അറിയിക്കുന്നു എന്ന രൂപയിൽ CPI മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നു. ഇത് ഒപ്പിടാൻ തീരുമാനിക്കുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും മന്ത്രി ശിവൻകുട്ടിയുടെ തീരുമാനം മാത്രമായിട്ട് ഞാൻ കരുതുന്നില്ല. മാറിയ CPIയുടെ നയമാണ്. അതിൽ കാവ്യ വിരോധം പതുക്കെ മാറുകയാണ്. Meet the editors.